വടക്കൻ കേരളത്തിൽ പ്രചരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. കൊട്ടിക്കലാശം ആവേശകരമാക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് മുന്നണികൾ. ഇന്ന് LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് നടക്കുന്നത്. വിവരങ്ങളുമായി PV ജോഷ്ല കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ജോഷ്ല, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. ജോഷ്ല, പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അന്തരീക്ഷത്തിലെ ചൂട് പോലെ തന്നെ അതിന്റെ പരിസമാപ്തിയിലേക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ചൂടിലേക്ക് തെരഞ്ഞെടുപ്പ് എത്തുന്ന ഒരു സാഹചര്യം, തെരഞ്ഞെടുപ്പ് ചൂട് അത്യന്തം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നു. കോഴിക്കോട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നതായി നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചരണങ്ങളിലെല്ലാം തന്നെ മനസ്സിലായതാണ്. വിവിധ റിപ്പോർട്ടുകൾ ജോഷ്ല തന്നെ അത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു. കോഴിക്കോട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യം എന്താണ്? അതോടൊപ്പം തന്നെ എളമരം കരീമിന്റെ റോഡ് ഷോ അടക്കം ഇന്ന് നടക്കുന്നുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളായിട്ടാണ് റോഡ് ഷോ നടക്കുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? അഞ്ജന, കഴിഞ്ഞ ഒരു മാസക്കാലമായി ചൂടേറിയ അന്തരീക്ഷത്തിൽ വളരെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളാണ് എല്ലാ പാർട്ടികളും, രാഷ്ട്രീയ പാർട്ടികളും സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ച് മലബാറിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. തിരിച്ചുപിടിക്കാനുള്ള എല്ലാ സീറ്റുകളും ഇടതുമുന്നണി തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിൽ തന്നെയാണ്. എന്തായാലും എല്ലാ സ്ഥാനാർത്ഥികളും ഇന്നലത്തോടുകൂടി ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ മൂന്നാം ഘട്ട പര്യടനം അവസാനിച്ചു കഴിഞ്ഞു. ഇന്ന് എളമരം കരീമിന്റെ റോഡ് ഷോ ഏകദേശം 3 മണിയോടുകൂടി ആരംഭിക്കും. കടലുണ്ടിയിൽ വെച്ചാണ് റോഡ് ഷോ ആരംഭിക്കുക. എന്തായാലും മറ്റ് പ്രചാരണ പരിപാടികളെല്ലാം വളരെ വിപുലമായ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ എല്ലാവരെയും നേരിട്ട് കണ്ടും അതുപോലെ തന്നെ വലിയ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചും റാലികൾ സംഘടിപ്പിച്ചുമുള്ള ഏറ്റവും തീക്ഷ്ണമായ രാഷ്ട്രീയ ചർച്ചകളടക്കം സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണ പരിപാടികളാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി നീണ്ടുനിന്നത്. ഈ ഒരു മാസക്കാലത്തെ പ്രചാരണ പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് ഇന്ന് റോഡ് ഷോയും നാളെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട റാലി നടക്കും എന്നുള്ളതാണ്. ശൈലജ ടീച്ചർ, നമുക്കറിയാം, വടകരയിൽ ശൈലജ ടീച്ചർ കടുത്ത പോരാട്ടത്തിലാണ്. ശൈലജ ടീച്ചർക്കെതിരെ അശ്ലീല പ്രചാരണമടക്കം നടത്തിയത് കേരളം മുഴുവൻ ചർച്ച ചെയ്ത കാര്യമാണ്. എന്തായാലും അത്തരത്തിൽ ഒരു അശ്ലീല പ്രചാരണത്തിന് ജനങ്ങൾ മറുപടി നൽകും എന്നുള്ളതാണ് ശൈലജ ടീച്ചർ മറുപടി നൽകിയിട്ടുള്ളത്. അതിന്റെ ഒരു റിസൾട്ട് കൂടിയാകും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതാണ്. ശൈലജ ടീച്ചർ ഇന്ന് രാവിലെ വടകര മണ്ഡലത്തിൽ തന്നെയാണുള്ളത്, പ്രചാരണത്തിനായി വടകര മണ്ഡലത്തിൽ തന്നെയാണുള്ളത്. എളമരം കരീമിന്റെ റോഡ് ഷോ ഇന്ന് ഉച്ചയ്ക്ക് ആരംഭിക്കും. അതുപോലെ തന്നെ വയനാട്ടിൽ ആനി രാജ രാഹുൽ ഗാന്ധിയോടാണ് മത്സരിക്കുന്നത്. അതും വലിയ വിവാദ വിഷയമായി നിന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്ത കാര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യങ്ങളടക്കം വലിയ ചർച്ചയായി മാറിയതാണ്. രാഹുൽ ഗാന്ധി ആരോടാണ് മത്സരിക്കുന്നത്? ഇവിടെ ഇടതുപക്ഷത്തോടാണോ അതോ വർഗീയതയോടെയാണോ മത്സരിക്കുന്നത്? യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളടക്കം ഉയർന്നു വന്ന വലിയ രാഷ്ട്രീയ ചർച്ചകളായിരുന്നു മലബാറിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട്, പൗരത്വ നിയമ ഭേദഗതി, ഇതിലൊക്കെ തന്നെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഇതിനൊക്കെയുള്ള മറുപടി കോൺഗ്രസിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ UDF നേതൃത്വം വലിയ ആശങ്കയിൽ തന്നെയാണ് മലബാറിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പങ്കുവെക്കാനുള്ള വിവരം. എന്തായാലും തീക്ഷ്ണമായ പോരാട്ടം തന്നെയാണ് മലബാറിൽ എല്ലാ സ്ഥാനാർത്ഥികളും കാഴ്ചവെക്കുന്നത്. ഇതിന്റെ റിസൾട്ട് ഇനി കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ്. അഞ്ജന. ശരി ജോഷ്ല സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും തീക്ഷ്ണമായ പോരാട്ടം തന്നെയാണ് മലബാർ മേഖലയിൽ നിന്നും ഉയർന്നു വരുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ മധ്യ കേരളത്തിലെ സ്ഥിതിയെ പോലെയും അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലെ സ്ഥിതി പോലെ തന്നെയും വികസനം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത്, അതായത് കോഴിക്കോട് ഉൾപ്പെടുന്ന വടക്കൻ കേരളത്തിലും വലിയ രീതിയിൽ വികസനം തന്നെയാണ് ചർച്ചയാകുന്നത് എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷം എന്താണ് മണ്ഡലത്തിലെ വികസനം, വികസനം എന്ന് പറയുന്ന ഒരു വാക്കുപോലും കൃത്യമായ രീതിയിൽ അതിന്റെ അർത്ഥം എന്താണ് എന്ന് പോലും മനസ്സിലാകാത്ത രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു ആ ഒരു മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളം വിധി എഴുതാൻ പോകുന്നത്. സ്വാഭാവികമായും ഒരു മാറ്റം എന്നത് തന്നെയാണ് കോഴിക്കോടും ആഗ്രഹിക്കുന്നത് എന്നാണ് കോഴിക്കോടിലെ പ്രചരണ രംഗങ്ങളിൽ നിന്ന് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പങ്കുവയ്ക്കാനുള്ളത്.